നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ 3 വർഷമായി തുടരുമ്പോഴും അതിന് ഇനിയും പരിഹാരം കാണാൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലുടനീളം തന്നെ താൻ പ്രസിഡന്റായാൽ അടിയന്തരമായി ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ അന്ന് ഈ യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നു എന്നും ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് നടത്തുന്ന എല്ലാ സമാധാന നീക്കങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാകട്ടെ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലുമാണ്. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളൊക്കെ തന്നെ യുക്രൈൻ അംഗീകരിച്ചിരുന്നു എങ്കിലും റഷ്യയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇക്കാര്യത്തിലൊരു നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല പ്രമുഖ രാജ്യങ്ങളും യുക്രൈന് വലിയ തോതിലുള്ള സൈനിക സഹായം വാഗ്ദാനവുമായി രംഗത്തെത്തിയിരുന്നു. നൂറുകണക്കിന് കോടി പൗണ്ടാണ് അവർ ഇതിനായി യുക്രൈന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സമാധാന നീക്കങ്ങളിൽ നിന്ന് റഷ്യ പിന്മാറിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക ഉപദേഷ്ടാവ് റഷ്യ സന്ദർശിച്ചിരുന്നു. എന്നാൽ യുക്രൈൻ കാര്യങ്ങൾക്കായുള്ള പ്രതിനിധിയെ കാണാൻ പുടിൻ വിസമ്മതിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം യുക്രൈനെ രണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയെ രണ്ടാക്കി വിഭജിച്ചിരുന്നു, പടിഞ്ഞാറൻ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയുമായി. പിന്നീട് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വീണ്ടും ഒന്നിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം യുക്രൈനെ രണ്ട് രാജ്യങ്ങളാക്കണമെന്നാണ്. ഇതിലെ കിഴക്കൻ മേഖല റഷ്യക്ക് സ്വന്തമാക്കാം എന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം. മാത്രവുമല്ല, അമേരിക്കൻ സർക്കാർ ഇപ്പോൾ പറയുന്ന ഒരു ഉറപ്പ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഏറെക്കാലം ഉണ്ടായിരുന്നു. അതുപോലെ യുക്രൈനിൽ ഒരു കാരണവശാലും അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക പ്രതിനിധി റഷ്യയിലെത്തി അവിടുത്തെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. 4 മണിക്കൂറോളം ചർച്ച നീണ്ടു നിന്നിരുന്നു. തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ അമേരിക്കൻ പ്രതിനിധി സമയം ചോദിച്ചിരുന്നു എങ്കിലും റഷ്യൻ സർക്കാർ ഇക്കാര്യത്തിൽ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. അമേരിക്കൻ പ്രതിനിധിയെ കാണാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്ന രീതിയിലാണ് പുടിൻ പെരുമാറുകയും ചെയ്തത്. ഇതേതായാലും ഡൊണാൾഡ് ട്രംപിനെ ഏറെ പ്രകോപിപ്പിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തൻ്റെ നിലപാട് കൂടുതൽ കർശനമാക്കാനുള്ള നീക്കങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റഷ്യയെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് രണ്ടായി വിഭജിക്കാൻ ആണ് അമേരിക്ക നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഡിനിപ്രോ നദിയെയാണ് അതിർത്തി രേഖയായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം. ഇത് റഷ്യയും യുക്രൈനും അംഗീകരിക്കണം എന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ വിലപ്പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈന് വാഗ്ദാനം ചെയ്ത വലിയ പ്രതിരോധ സഹായം അനുസരിച്ച് അവർക്ക് വളരെയധികം വൻതോതിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ഇതും റഷ്യയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ട്രംപിൻ്റെ യുക്രൈൻ രണ്ടായി വിഭജിക്കാനുള്ള നിർദ്ദേശത്തോട് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തതയില്ല. ഏതായാലും യുക്രൈൻ ഒരു കാരണവശാലും ഈ നിർദ്ദേശം അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്.